ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. വെനസ്വേലയിലെ US നടപടിയിൽ പ്രതികരിച്ച് പോപ്പ് ലിയോ മാർപ്പാപ്പ. സമാധാനവും നീതിയും നിലനിർത്താനുള്ള ശ്രമം തുടരണമെന്ന് മാർപ്പാപ്പ. അഴിമതിരഹിത സേവനത്തിലൂടെ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. സംസ്ഥാന ബജറ്റ് ജനുവരി 29-ന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. വെനസ്വേലയിലെ US നടപടിയുടെ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി പോപ്പ് ലിയോ മാർപ്പാപ്പ. വെനസ്വേല ഭരണഘടന നിർവചിക്കുന്ന മനുഷ്യാവകാശങ്ങളും നിയമങ്ങളും ബഹുമാനിക്കണമെന്ന് അമേരിക്കക്കാരനായ ആദ്യ മാർപ്പാപ്പ കൂടിയായ പോപ്പ് ലിയോ പറഞ്ഞു. അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും സമാധാനവും നീതിയും നിലനിർത്താനുള്ള ശ്രമങ്ങൾ തുടരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വെനസ്വേലയിലെ സമീപകാല സംഭവവികാസങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ചർച്ചകളിലൂടെ സമാധാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടു. കാരക്കാസിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ സമൂഹവുമായി ബന്ധപ്പെടുകയും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു. കായിക ഇനങ്ങളിൽ ഇന്ത്യയുടെ പ്രകടനം 2014 മുതൽ ക്രമാനുഗതമായി മെച്ചപ്പെട്ടതായും 2036 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അഴിമതിരഹിത സേവനത്തിലൂടെ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രജിസ്ട്രേഷൻ വകുപ്പ് ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് സെന്ററിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. കണ്ണൂർ അഞ്ചരക്കണ്ടി ബംഗ്ലാവ് മെട്ടയിലാണ് കേന്ദ്രം സ്ഥാപിക്കുന്നത്. ആധുനിക കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ പാകത്തിൽ അഗ്നിരക്ഷാസേനയെ പ്രാപ്തമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. രാസ അപകടങ്ങൾ, ബഹുനില കെട്ടിടങ്ങളിലെ തീപിടുത്തം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്നതിനായി നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള മനുഷ്യ വിഭവശേഷി വികസനം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമീപകാലത്ത് നമ്മുടെ സംസ്ഥാനത്തുണ്ടായ വലിയ ദുരന്തങ്ങളിലും മറ്റ് അടിയന്തര സാഹചര്യങ്ങളിലും ശ്ലാഘനീയമായ പ്രവർത്തനം കാഴ്ചവെച്ച സേനയാണ് അഗ്നിരക്ഷാസേന. കുസാറ്റിന്റെ അംഗീകാരത്തോടെ 4 കോഴ്സുകളാണ് ഈ കേന്ദ്രത്തിൽ ആരംഭിക്കുന്നത്. പദ്ധതിക്കായി 20 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. 18 മാസത്തിനുള്ളിൽ തന്നെ ഈ കെട്ടിടം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. 33 ദിവസത്തെ നിയമസഭാ സമ്മേളനം മാർച്ച് 26 വരെ 3 ഘട്ടമായാണ് നടക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനത്തിന് തുടക്കമാകും. ഈ മാസം 29-ന് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുണ്ടായ തീപിടുത്തത്തിൽ ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് അടിയന്തര അന്വേഷണ റിപ്പോർട്ട് നൽകാൻ മന്ത്രി K രാജനും നിർദ്ദേശിച്ചു. റെയിൽവേ സ്റ്റേഷന്റെ പിൻഭാഗത്തെ ബൈക്ക് പാർക്കിംഗ് സ്ഥലത്താണ് തീപിടിച്ചത്. നിരവധി ബൈക്കുകൾ കത്തിനശിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത്. പേ ആൻഡ് പാർക്ക് സെന്ററുകളിൽ പോലീസ് വ്യാപക പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു ദുരൂഹതകൾ ഈ ഘട്ടത്തിൽ സംശയിക്കുന്നില്ലെന്നും DGP വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുമായി തൊഴിൽ പരിശീലനത്തിന് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത്. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വ്യവസായ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ
പെട്രോ കെമിക്കൽസ് ആൻഡ് അലൈഡ് സെക്ടേഴ്സ് എന്ന വിഷയത്തിൽ നാളെ കോൺക്ലേവ് സംഘടിപ്പിക്കും. വ്യവസായ വികസന കോർപ്പറേഷൻ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. പെട്രോ കെമിക്കൽ മേഖലയിലെ നിക്ഷേപ അവസരങ്ങൾ കണ്ടെത്തുന്നതിന് കോൺക്ലേവ് ഊന്നൽ നൽകും. 29ാമത് ദേശീയ യുവോത്സവത്തിന്റെ ഭാഗമായി ഈ മാസം 9 മുതൽ 12 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ കേരളത്തിൽ നിന്നും 35 പേർ പങ്കെടുക്കും. ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന സംഘങ്ങൾക്ക് തിരുവനന്തപുരം ലോക് ഭവനിൽ നാളെ വൈകിട്ട് 6 മണിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ യാത്രയയപ്പ് നൽകും. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് നൽകിവരുന്ന ബ്രീഡ് കൺസർവേഷന്റെ 2025 അവാർഡിന് അർഹനായി പത്തനംതിട്ട പുല്ലാട് സ്വദേശിയും ക്ഷീര കർഷകനുമായ അജയ്കുമാർ VR. വ്യക്തിഗത വിഭാഗത്തിൽ ദേശീയ തലത്തിൽ 3ാമതെത്തിയാണ് നേട്ടം സ്വന്തമാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന അമൃതധാര ഗോശാല ട്രസ്റ്റിന്റെ ചെയർമാനായ അജയ്കുമാർ കേരളത്തിലെ അറിയപ്പെടുന്ന ജൈവ കർഷകനും നാടൻ പശു സംരക്ഷകനുമാണ്. ക്ഷീരമേഖലയിൽ കേരളത്തിന്റെ തനത് ഇനമായ വെച്ചൂർ പശുക്കളെ സംരക്ഷിക്കുന്നത് പരിഗണിച്ചാണ് പുരസ്കാരം. 3 ഇടങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഗോശാലകളിലായി 700 പശുക്കളാണുള്ളത്. ബ്രീഡ് കൺസർവേഷൻ വ്യക്തിഗത വിഭാഗത്തിൽ ICARന്റെ പുരസ്കാരം തേടിയെത്തുന്ന ആദ്യ മലയാളി കൂടിയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഉയരുന്ന ടൌൺഷിപ്പിൽ 237 സ്വപ്ന ഭവനങ്ങളുടെ വാർപ്പ് പൂർത്തിയായി. 5 സോണുകളിലായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ദക്ഷിണാഫ്രിക്കയിലെ ബെനോണയിലാണ് മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. സംഖ്യാശാസ്ത്രത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച 18ാമത് SMA അബാക്കസ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ശ്രീഹരി ജെ നായർ ദേശീയ ചാമ്പ്യനായി. അഭിനവ് P സുധീഷ്, രാഹുൽ S എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ക്രിസ്മസ് അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. +2 ഹിന്ദി ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് മാറ്റിവെച്ച പരീക്ഷ നാളെ ഉച്ചയ്ക്ക് ശേഷം നടക്കും. +1, +2 ക്ലാസുകളിലെ ശേഷിക്കുന്ന ഓരോ പരീക്ഷകൾ മറ്റന്നാൾ നടക്കും. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ തിരുവിതാംകൂർ ചരിത്രം പൊതുജനങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള സൌകര്യമൊരുങ്ങുന്നു. 3D സംവിധാനത്തിൽ കാണാൻ കഴിയുന്ന ഡിജിറ്റൽ മ്യൂസിയത്തിന്റെ ഭാഗമായാണ് പ്രദർശനം. 3 ദിവസമായി തൃശൂരിൽ നടന്നുവരുന്ന പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഫിന്നിഷ് കൌൺസിൽ ജനറൽ എറിക് എഫ് ഹാൾസ്ട്രം പങ്കെടുത്തു. ഇന്ത്യയുടെ ക്രിക്കറ്റും യോഗയും ഫിൻലൻഡിലും ജനപ്രിയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിൻലൻഡുമായുള്ള സാംസ്കാരിക കൈമാറ്റങ്ങൾക്കുള്ള പദ്ധതി രൂപരേഖ ഫിനിഷ് കൌൺസിൽ ജനറൽ സ്വീകരിച്ചു. മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ ഈ മാസം 12-ന് പന്തളത്ത് നിന്നും ഘോഷയാത്രയായി ശബരിമലയിലേക്ക് കൊണ്ടുപോകും. 14-നാണ് മകരവിളക്ക്. ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നതിനായി 900 ബസ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തുന്നതിനനുസരിച്ച് പമ്പ ഹിൽ ടോപ്പിൽ പാർക്കിംഗിന് കൂടുതൽ സൌകര്യം ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. സ്വന്തം ജീവിതം തന്നെ സന്ദേശമാക്കിയ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സ്മൃതിയുണർത്തി ഗാന്ധി കലാതീത പൈതൃക ഫോട്ടോ പ്രദർശനം കണ്ണൂരിൽ ആരംഭിച്ചു. കണ്ണൂർ പൈതൃക ഉത്സവത്തിന്റെ ഭാഗമായി മഹാത്മാ മന്ദിരത്തിൽ ചൊവ്വാഴ്ച വരെയാണ് പ്രദർശനം. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് നാളെ മുതൽ അപേക്ഷിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. വെനസ്വേലയിലെ US നടപടിയിൽ പ്രതികരിച്ച് പോപ്പ് ലിയോ മാർപ്പാപ്പ. സമാധാനവും നീതിയും നിലനിർത്താനുള്ള ശ്രമം തുടരണമെന്നും മാർപ്പാപ്പ. അഴിമതിരഹിത സേവനത്തിലൂടെ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. സംസ്ഥാന ബജറ്റ് ജനുവരി 29-ന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.